ഈ കോര ആൻഡ് കോര ഫിനാൻസിയേഴ്സിന്റെ ഓഫീസ് എവിടെയാണെന്ന് അറിയാമോ? ആ നേരെ കാണുന്ന പെട്രോൾ ബങ്കില്ലേ, അത് തൊട്ടപ്പുറം. വരദംപിള്ള ഈ കവലയിലുള്ളപ്പോ ഇവിടെ ഇങ്ങനെ ഒരു കൊലക്കേസ് ഉണ്ടായാൽ വരദംപിള്ളയ്ക്ക് അതിന് നാണക്കേട്. സത്യം പറയടാ, നീയാണോ? അല്ല. എത്ര കൊല മോഷ്ടിച്ചടാ? 2 എണ്ണം. ഫിറ്റ് കിട്ടിയ കാശ് എവിടെ? എന്റെ ഇല്ല. കേട്ടു ഞാൻ. എവിടാ? എടുക്കാൻ കാശ്. നിങ്ങളൊക്കെ ചെറുപ്പക്കാരല്ലേ, വല്ല ജോലി ചെയ്ത് ജീവിച്ചുള്ള തെണ്ടികളെ. എന്തിനാടാ കത്തി? എന്തേ കത്തി എന്തിനാന്ന്? കത്തി നഖം വെട്ടാനാ ഉപയോഗിക്കണേ. ഇവർക്ക് നഖം വെട്ടണം എന്ന് പറഞ്ഞു, സാറിന് നഖം വെട്ടണ. ഒന്നുകൂടെ വന്നേ, ഒരു കാര്യം പറയട്ടെ. ഞാൻ ഈ കവലയിലെ റൗഡിയാണ്. ആരെങ്കിലും ഒരാളെ എന്നെ കൈവച്ചാ പിന്നെ ഈ നാട്ടുകാര് തെണ്ടികൾ മുഴുവൻ എന്നെ പന്ത് കെട്ടി കളിക്കുന്നവരെ കളിക്കും. സാറിന് ഇപ്പൊ എന്താ വേണ്ടേ? വെങ്കടി അറിയാം. പിന്നെ എന്ത് വെങ്കടി അറിയാണ്ട്? വെങ്കടി ഞാനും തമ്മിൽ കുട്ടിക്കാലം മുതൽ ഞങ്ങൾ ഈ പ്ലേഡ് കമ്പനി പൊട്ടിയിട്ടുള്ള വെങ്കടിയാണോ? ആ, അയാളെ എനിക്കറിയില്ല ഏട്ടാ. താൻ ആദ്യം അറിയാമെന്ന് പറഞ്ഞു, പിന്നെ ഇപ്പൊ അറിയില്ലെന്ന്. ആദ്യം അങ്ങനെ പറഞ്ഞ എന്താ അങ്ങനെ പറഞ്ഞേ? എന്നാ ഇവിടെ നിക്ക്. അല്ല, ഞാൻ കൂടെ വരാം. വേണ്ട, ഇവിടെ നിക്ക്. ഞാൻ പോയിട്ട് വെങ്കടി വിളിച്ചിട്ട് വരാം. ആപ്പാ. അത് വേണ്ട, സാറിന്റെ ആരോഗ്യസ്ഥിതിക്ക് പോവാൻ പറ്റില്ല. ഒക്കെ വളരെ ചെറിയ റോഡാണേ. മാത്രമല്ല ഇവരെയൊക്കെ നോക്കണ്ടേ. ഇവിടെ നിക്കട്ടാ. ഇത് ചാരി ഇന്ന് മരം മറിച്ചിടരുത്. എന്ത് പറ്റി? ഏയ് ഒന്നുമില്ല, ഞാൻ ഒന്നും ഉറങ്ങാൻ കിടന്നതാ. ഞാനങ്ങ് കംപ്ലീറ്റ് പേടിച്ചു. എന്നാ ചേട്ടൻ കിടന്നോ? ദേ, തന്നെ ഒരാൾ അന്വേഷിച്ചു. എന്നെയോ? ആ. അയ്യോ, ആരാ ചേട്ടാ? ഞാൻ ആദ്യമായിട്ടാ കാണണേ. ഡെപ്പോസിറ്റ്മാർ വല്ലവരും ആയിരിക്കും. കണ്ടാൽ ആളെങ്ങനെയാ? മെലിഞ്ഞിട്ട് താടിയൊക്കെ വെച്ചിട്ട് ആകപ്പാടൊരു കുട്ടിയാനെ പോലെ ഇരിക്കും. അയ്യോ, ആ മാമൂക്കയുടെ ആള് പകരം ചോദിക്കാൻ വന്നാണോ? ആയിരിക്കും. എന്താ തനിക്ക് പേടിയുണ്ടോ? ഇല്ല. താൻ ധൈര്യമായിട്ട് ചെല്ലടോ. ഞാൻ പോണില്ല. എന്നാ അയാൾ ഇങ്ങോട്ട് വരും. ചേട്ടനും കൂടി വാ. അയ്യോ, എനിക്കിപ്പോ ഉറക്കം വരും. എനിക്ക് ഉറക്കം വരണം. ഉറക്കം. താൻ ചെന്നെനിക്ക് പ്രശ്നം വലുതാവും. വലുതാകട്ടെ. അയാൾ പോലീസിന് കൂട്ടി ഇങ്ങോട്ട് വരും. മാമുക്കോടെ കൊലപാതകം തെളിയും, പിന്നെ ജയിൽ. അയ്യോ, എടോ താൻ ചെല്ലേ. ആണുങ്ങളായ കുറച്ചൊക്കെ ധൈര്യം വേണം. ഞാൻ പോയി വരാൻ ചേട്ടാ. എന്നാ ഒരു കാര്യം ചെയ്യും, മാമുക്കോയെ കുഴിച്ചിട്ടുള്ള വകയിൽ ബാക്കി കാശ് തന്നിട്ട് പോ. ഇനിയിപ്പോ നമ്മൾ തമ്മിൽ കണ്ടെന്ന് വരില്ല. ജീവനുണ്ടെങ്കിൽ തിരിച്ചു വന്നാൽ ഉടനെ ഞാൻ തരാം. ജീവനൊന്നും ഇനി ഉണ്ടാവില്ല. ശപിച്ചു വിടല്ലേ ചേട്ടാ? പോടാ. നമ്മളെ ഏൽപ്പിച്ച ജോലി നമ്മൾ ചെയ്തു. ഇനി അവരായി അവരുടെ പാടായി. പണം ഇനി ഉണ്ടാവും. ആ തടിമാന്റെ കൈ പെട്ട എന്റെ ജീവൻ പോവും. ഇവന്റെയൊക്കെ ജീവനൊരു വിലയില്ലേ? പോട്ടെ, ചത്തു പോട്ടെ. ഞാൻ ഉറങ്ങാൻ പോവാ. ഉറക്കം വരുന്നില്ലല്ലോ ദൈവമേ. ഒരു 300 അടിക്കാൻ കാശുണ്ടെങ്കിൽ ഇപ്പൊ സുഖമായിട്ട് ഉറങ്ങായിരുന്നു. വെങ്കടേശ്വര സ്വാമി. സ്വാമിക്ക് വെങ്കടി അറിയോ? അറിയാനുള്ള ശ്രമത്തിലാണ്. അവൻ സർവ്വവ്യാപിയല്ലേ ഉണ്ണി. തൂണിലും തുരുമ്പിലും മാത്രമല്ല, കംപ്ലീറ്റ്. അങ്ങനെയുള്ള കാര്യമല്ല. കോരാൻ കോരയിലെ മാനേര് വട്ടര്. വെങ്കടി ദൈവമല്ലല്ലേ? ഉണ്ണി അവനെ കണ്ടിട്ടുണ്ടോ? ഇല്ല, കാണണം. അവനെ ഞാൻ കണ്ടിട്ടേ പോകുന്നുള്ളൂ. എന്തിനാ കാണുന്നേ? കുറച്ച് കാശിന്റെ ഇടപാടുണ്ട്. ഒന്നിനോടും ആർത്തി പാടില്ല, പ്രത്യേകിച്ച് പണത്തിനോട്. അതിനെ ഇനി മറന്നേക്കു വത്സ. അത് ഞാനും വെങ്കടിയായിട്ട് ആലോചിച്ചോളാം. അവനെ ഒന്ന് കൈ കിട്ടട്ടെ. അമ്മേ ഭഗവതി, ഒരു വെങ്കിടിയെ എനിക്കറിയാവൂ, സാക്ഷാൽ വെങ്കടാചലപതി. ഓം ശാന്തി ശാന്തി. സ്വാമി ഈ ചുറ്റുവട്ടത്തൊക്കെ തന്നെ കാണുമല്ലോ. ഇല്ല, നാളൊന്നും ഹരിദ്വാറിലോട്ട് പോവാണ്. അയാളെ appointed as stenographer to join under the given conditions. അറിയാം. ആരാ വെങ്കടി? വെങ്കടി
വെങ്കടി വെങ്കടി വെങ്കടി അവനാ ഹലോ അയ്യോ ഭാഗ്യം പോയി അയ്യോ എന്റെ വലിയ സാറേ എന്നെ ഒന്നും ചെയ്യരുത്. സാറെന്തിനാ ഓടിയേ? സാറെന്തിനാ എന്നെ ഓടിച്ചേ? എന്റെ 5 പൈസ ഇല്ല. ബ്ലേഡ് കമ്പനി കോരാ സാറിന്റെ പുള്ളിയാ കംപ്ലീറ്റ് കാശ് കൊണ്ട് മുങ്ങി. അതൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല. ഞാൻ നിരപരാധിയാണ് സാറേ. തന്നെ കുറച്ച് ദിവസം കൊണ്ട് ഞാൻ അയ്യോ കത്തി 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 അയ്യോ കത്തി കത്തി കത്തിയല്ലടോ കാശ. കോട്ടയത്തെ പീലി സാറ് തനിക്ക് തരാൻ തന്നയച്ച കാശ എന്റെ കൈ തന്നു വിട്ടതാ. ഇതാ വാങ്ങിച്ചോ. ഓ ഇനി സ്വസ്ഥമായിട്ട് തിരിച്ചു പോകാമല്ലോ. ഒരാഴ്ചയായി വന്നിട്ട്. സാറേ താങ്ക്സ്.